പ്രിയങ്കയെത്തി. UDF ഘടകകക്ഷി നേതാക്കളെ തഴഞ്ഞു. അതൃപ്തി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് ക്ഷണിക്കാത്തതിൽ UDF ഘടകകക്ഷികൾക്ക് അതൃപ്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്ന ഘടകകക്ഷി നേതാക്കളെ തഴഞ്ഞെന്നാണ് ആക്ഷേപം. പരിപാടിയുടെ വിവരങ്ങൾ ലീഗിനെ അറിയിച്ചില്ല. മുതിർന്ന നേതാക്കളെ ആരും ക്ഷണിച്ചില്ലെന്നും പരാതിയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാനെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വയനാട്ടിലെ വോട്ടേഴ്സിനോട് നന്ദി പറയാനാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെത്തിയത്. ലോക്സഭയിലേക്ക് വൻ വിജയം നേടിയ ശേഷം ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സന്ദർശനത്തിന് എത്തിയത്. ഇന്നും നാളെയും പ്രിയങ്ക വയനാട്ടിലുണ്ടാകും. ഇതിനിടെയാണ് പ്രിയങ്കയുടെ പരിപാടിയിൽ അവഗണിച്ചുവെന്നാരോപിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തിയത്. സാധാരണ പ്രിയങ്കയും രാഹുലും എത്തുമ്പോൾ ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി തങ്ങൾ, കൊണ്ടോട്ടി MLA എന്നിവരെ ക്ഷണിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ഇതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. UDF വയനാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് അലി തങ്ങളെ പോലും പ്രിയങ്കയുടെ സന്ദർശനം സംബന്ധിച്ച വിവരം അറിയിച്ചില്ലെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രിയങ്കയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ലീഗ് പ്രതിനിധികൾ എത്തിയില്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. ഇരുവർക്കും വൻ സ്വീകരണമാണ് കോൺഗ്രസ് നേതൃത്വം ഏർപ്പെടുത്തിയത്. കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട് മുക്കത്തേക്കാണ് പ്രിയങ്കയും രാഹുലും എത്തിയത്. ഇവിടെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു. കരുളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്കയ്ക്കായി സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ട്. നാളെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലുമാണ് പ്രിയങ്കയ്ക്കായി സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ശേഷം നാളെ വൈകിട്ടോടെ പ്രിയങ്കയും രാഹുലും ഡൽഹിയിലേക്ക് മടങ്ങും.